4 കൊള്ളിയും ഈ കാണുന്ന താർപ്പായ, അതായത് പടുതി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു മീൻകുളം ഉണ്ടാക്കാൻ പറ്റും. മറ്റ് എക്സ്പെൻസുകളൊന്നുമില്ല. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കുളം നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം ആദ്യം നമ്മൾ എന്ത് ചെയ്ത് മണ്ണൊക്കെ ഒന്ന് ചെത്തി റെഡിയാക്കിയതിന് ശേഷം അവിടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ലെയർ നമ്മൾ പഴയ ചാക്കൊക്കെ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു പടുത ഉണ്ടല്ലോ, പടുത വിരിക്കാൻ പോവാണ്. ഇവിടെ വിരിച്ചിട്ട് ഇവിടെ സെറ്റാക്കാൻ പോകട്ടോ. പിന്നെ ഇത് 500 മൈക്രോൺ ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ ഇത് വരുന്ന ഏരിയ ഇപ്പോൾ നമ്മൾ ഇവിടെ വിരിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, സിമ്പിളായിട്ടുള്ളൊരു പരിപാടി തന്നെ കേട്ടോ. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കേട്ടോ, ജസ്റ്റ് നമുക്കിത് എവിടെയാണോ വേണ്ടത് ആ ഏരിയയിൽ ഇവിടെ കയറ് വലിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഏരിയയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു കുറ്റി അടിച്ച് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒരു കയറെടുത്തിട്ട് ഇവിടെ ഒരു ഹുക്ക് ഉണ്ടാവും. ഇതിൻ്റെ എല്ലാ സൈഡിലും ടാങ്കിന് ഇങ്ങനെ ഹുക്ക് വരിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതിന് പിടിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടി കൊടുക്കട്ടോ. അത്ര മാത്രമുള്ള പരിപാടി. പിന്നെ വെള്ളം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകുളം സെറ്റായി കിട്ടും. നമ്മുടെ ടാങ്കിൽ വെള്ളം നിർത്തട്ടാ. വെള്ളം നിർത്തുന്ന സമയത്ത് കുറച്ച് ആ സൈഡിൽ നിന്നൊക്കെ വലിച്ചു കൊണ്ട് വന്നിട്ട് ഒന്ന് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആ വലിവൊക്കെ കണ്ടില്ല, താഴേക്ക് ഒന്നുകൂടി ഇറങ്ങണം. താഴെ ചാക്കല്ലേ, അപ്പോൾ കാരണം വെള്ളം കൊണ്ട് ലോഡാകുമ്പോൾ ഒന്നുകൂടി ഇതിൽ ഇരുന്നോ കിട്ടാം. ഏകദേശം 220 ലിറ്റർ വെള്ളമാണ് ഇതിൽ കൊള്ളുക. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 500 മൈക്രോൺ ഇത് തിക്നെസ് വരുന്നത്. പിന്നെ ഉണ്ടല്ല ISI മുദ്ര കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒക്കെ ഉള്ള സംഭവം തന്നെ കേട്ടോ. പലരും ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ടാങ്കുകൾ എവിടെ കിട്ടുക എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ മലപ്പുറം കോട്ടയ്ക്കിലുള്ള പാറയിൽ ടാർപോളിൻസിൽ നിന്നാണ് ഈ ഒരു ടാങ്ക് എടുത്തിട്ടുള്ളത്. ഈ ടാങ്കിന് ഏകദേശം 480 രൂപയാണ് ഈ ഒരു ടാങ്കിന് വില വരുന്നത് കേട്ടോ. ഇതിൽ തൊട്ടപ്പുറത്തുള്ള ടാങ്ക് ഏകദേശം 690 ലിറ്ററായിട്ട് വെള്ളം കൊള്ളും. ആ കാണുന്ന റൗണ്ട് ടാങ്ക് അത് നമ്മൾ അവിടെ തന്നെ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് വേറെ മോഡലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാങ്കുകൾ എന്തിനാണ് നിർമ്മിക്കുന്നത് വെച്ചാൽ നമുക്ക് അസോളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അസോള ബെഡ് കാര്യങ്ങൾ ഒരുക്കാൻ പറ്റും. അതുപോലെ തന്നെ മീൻ വളർത്താനും കാര്യങ്ങൾക്കും പിന്നെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനും കാര്യങ്ങളൊക്കെ പറ്റിക്കാം. ഇതിങ്ങനെ 4 കുറ്റി വേണം, കുറ്റി അടിച്ചിട്ട് വേണം ഈ ടാങ്ക് നിർമ്മിക്കാൻ. ഈ ടാങ്കാണെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ആണ് നിർത്തിക്കാണ്ട് വെള്ളം അടിച്ചിട്ട് കഴിഞ്ഞാൽ ആ ടാങ്കിൽ അങ്ങനെ ഇരിക്കും. വേറെ പണിയൊന്നും നിർത്തണ്ട. ഈ ടാങ്ക് ഉണ്ടല്ല, സിമ്പിളായിട്ട് നിർമ്മാണം സിമ്പിളാണ്. അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ടാങ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. ഈ സ്പേസിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കുറ്റി കുറച്ച് വെള്ളം ഒഴിവാക്കി കണ്ട് ഇതൊക്കെ മടക്കി വെക്കാൻ പറ്റും. എവിടേക്കെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാനൊക്കെ പറ്റുക. ഇപ്പോൾ ഇവിടെയൊക്കെ കുറ്റി അടിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്നും കൂടി ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുക. ഈ ലെവലിൽ നമ്മൾ വെള്ളം നിർത്തുന്നുള്ളൂ. കാരണം ഗപ്പീസാണ് ചെയ്യുന്നത്, അതിൽ കൂടുതൽ വെള്ളം നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. പ്ലാറ്റിന റെഡ് ഡംബോയർ, അതുപോലെ തന്നെ 3 ഫീമെയിൽ ഇട്ടാ. ഇത് നമ്മുടെ ഒരു സുഹൃത്തിന് നമുക്ക് ഗപ്പി കൊറിയർ ചെയ്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത ടാങ്കിലേക്ക് നമുക്ക് വേറെ ടീം ഗപ്പീസിനെ നമുക്ക് ഒന്ന് സെറ്റാക്കൽ ചിലപ്പോൾ നടന്നു വരില്ല. കാരണം ഇതൊക്കെ കൊറിയർ ചെയ്ത് പോകണ്ടേ. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് നമ്മുടെ ഷ്രിമ്പ് ഉണ്ടല്ലോ, ചെറിയ റെഡ് ഷ്രിമ്പ്. നമ്മളെ സുഹൃത്തിന് ചെറിയ റെഡ് ഷ്രിമ്പും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇനി കളക്ട് ചെയ്യാനുണ്ട്. നമ്മൾ പുതിയ ടാങ്കിലേക്ക് പ്ലാൻ ചെയ്യുന്നത് ഇതാ ഈ കാണുന്ന മുതലുണ്ടല്ലോ, ഒരു ബ്ലൂ കളറിൽ പ്രിൻറ്റ് പാറ്റേണിൽ നിൽക്കണേ നമ്മുടെ പർപ്പിൾ മൊസൈക്കിൻ്റെ ഓൾഡ് ലൈനേജ് കേട്ടോ. നമ്മൾ ഗപ്പി വളർത്തൽ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ളൊരു വെറൈറ്റി ചെയ്യുന്നത്. ഇതിപ്പോൾ കുറച്ച് വർഷങ്ങളായിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ കാര്യമായിട്ടൊരു കെയറിങ് ഇല്ലാത്ത കാരണം ഇതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ, പല പാറ്റേണും അതുപോലെ തന്നെ പല കളറിലുള്ള വെറൈറ്റിയിൽ ഇതിൽ ഗപ്പീസ് ഇറങ്ങാറുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ പർപ്പിൾ മൊസൈക്ക് വെറൈറ്റിയുടെ പ്രത്യേകത. കണ്ടില്ല ഈ മുതലിനെ നമ്മുടെ ചെറിയ റെഡ് ഷ്രിമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് ഇതിനകത്തൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ടാങ്കിനകത്തൊക്കെ ഇവിടെയൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണാം. ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഇവിടെയൊക്കെ മാഷാ അല്ലാഹ് ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട്. ഈ സൈഡിൽ ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി ഗപ്പീസിനെ നമ്മൾ ബാക്കിൽ നിന്ന് കാണുന്ന ടാങ്കിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതും പുതിയ ടാങ്കിലേക്ക് മാറ്റുന്നതൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു മീൻകുളത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. പാറയിൽ ടാർപോളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ടാങ്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇതിൻ്റെ പല സൈസുകളുള്ളതുകൊണ്ട് അതുപോലെ തന്നെ പല ക്വാളിറ്റി അങ്ങനെയുള്ള പല രീതിയിലുള്ള പോണ്ടുകളുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സപ്പോർട്ടും കൂടാതെ നിൽക്കുന്ന റൗണ്ട് ടാങ്കാണ്. ഇതൊക്കെ നമ്മൾ അവിടെ തന്നെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്.